അത് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളാണിത്. കാര്യം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടകരമായൊരു കാലമാണ്. കാര്യം എല്ലാവരുടെ കയ്യിലും പണ്ടത്തെ ദുഃഖ വെള്ളിയാഴ്ചകളില്ലായിരുന്ന സാധനമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. എന്താണ്? മൊബൈല്. അതുമേ ചവറ് കണക്കിന് സാധനങ്ങളല്ലേ വരണത്. നമ്മുടെ ഭക്തിയോ വിശുദ്ധിയോ ഒന്നും മാനിക്കാത്ത എന്തെല്ലാം കണ്ടൻറ്റുകളാണ് വന്നത്. ദുഃഖ വെള്ളിയാഴ്ച ആണെങ്കിൽ പോലും നമ്മൾ ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ ചില സമയത്ത് അറിയാം, നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണ്ടത്തേനേക്കാൾ ചതിക്കുഴികൾ കൂടുതലുള്ളൊരു കാലഘട്ടമായത്. അതുകൊണ്ട് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ആ സംഭവം ഈ ദിവസങ്ങളിൽ അഥവാ ഓഫാക്കി വെക്കണം. പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ തീരുമാനമെടുക്കും. പിന്നെ എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇന്ന് തന്നെ ഒരു മെഴുകുതിരി കത്തിക്കണം വീട്ടിലെ. നമ്മുടെ ഉടമ്പടി തിരിയൊന്നും എടുത്ത് കത്തിച്ചേക്കരുത്. അല്ലാതെ വെള്ളത്തിൽ കത്തിച്ച് വെച്ചിട്ട് ഇടയ്ക്ക് വന്ന് ഒരു മനസ്താപനം ചൊല്ലിട്ട് പോകണം. 2 മണിക്കൂർ കൂടുമ്പോഴായാലും മതി. സമയം കിട്ടുമ്പോൾ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഭാഗങ്ങളൊന്ന് വായിക്കണം. യോഹന്നാൻ്റെ 17-ാം അധ്യായം ഒക്കെ. അപ്പം നിങ്ങൾ തന്നെ അറിയാതെ ഒരു ദൈവസ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിലാകും. പിന്നെ ആരോടും വഴക്കിടാൻ നിൽക്കരുത്. നീരസം ഉണ്ടാകാൻ നമുക്ക്, പക്ഷെ നിങ്ങളത് പ്രകടിപ്പിക്കരുത്. കാര്യം കർത്താവ് ഒത്തിരിയേറെ നീരസങ്ങൾ അനുഭവിച്ച സമയമാണിത്. അപ്പം അതിൻ്റെ കൂടെ അങ്ങോട്ട് കൂട്ടി വെച്ചേക്കണം. എന്നിട്ട് കർത്താവിൻ്റെ പങ്കപ്പാടുകളുടെ കൂടെ വിശുദ്ധ വാരത്തിൽ നമുക്ക് വിശുദ്ധ വാരമാകണമെങ്കിൽ കർത്താവിനെ പോലുള്ള എന്തെങ്കിലും ക്ലേശങ്ങൾ ഉണ്ടാകണമെന്ന്. അപ്പോൾ നമ്മൾ വിശുദ്ധരാകുക, ആ ക്ലേശങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അപ്പോൾ നമ്മൾ കർത്താവ് അനുഭവിച്ച വേദനകളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് കിട്ടുന്നതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചിട്ട് അതിനെ എല്ലാത്തിനെയും പരപിതാവ് ഈശോ നമ്മുടെ കാഴ്ചവെച്ചതുപോലെ ലോകത്തിൻ്റെ തിന്മകൾക്കും ദൈവത്തെ അറിയാത്ത തരത്തിലുള്ള അഹങ്കാരത്തിനും ദൈവത്തെ അറിയാൻ പോലും ആഗ്രഹിക്കാത്ത മനുഷ്യൻ്റെ പ്രമത്തതയ്ക്കും എല്ലാം ഓർത്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാവരും കർത്താവിനെ അറിയാൻ സാധിക്കുകയും ചെയ്യണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.